ഹലോ എവ്രി വൺ, അസ്സാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു കല്യാണത്തിന് പോണത്. ഇമ്മ പിന്നെ ഇടക്കിടക്ക് കല്യാണത്തിന് പോക്കുണ്ട്. ഞാനും സുന്ദാത്തിയും കുറേ കാലത്തിന് ശേഷമാണ് പോണത്. പിന്നെ അയാൻ ബേബി ഫസ്റ്റ് ടൈമാണ് ഒരു കല്യാണം കൂടാൻ പോണത്. നമ്മളെല്ലാവരും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വയലറ്റ് ഡ്രസ്സാണ് ഇട്ടത്, അയാൻ ബേബി ഒഴികെ. നമ്മളെല്ലാവരും ഇട്ട് വന്നപ്പോൾ അങ്ങനത്തെ കളർ ആയതാണ്, അല്ല നമ്മൾ പ്ലാൻ ഇട്ടൊന്നുമല്ല. പിന്നെ ഈ ചെരുപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. പിന്നെ ഇങ്ങനെ നല്ല ചന്തം നോക്കി ചെരുപ്പ് എടുക്കുമ്പോൾ അതിങ്ങനെ തുന്നാൻ കൊടുക്കണം, അപ്പോൾ അതിൻ്റെ ലൈഫ് കൂടുതലുണ്ടാവും. അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യാറ്. ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും റെഡിയായി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ടാണ് പോണത്. അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. നമ്മൾ നേരെ ഫസ്റ്റ് പോയത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വരുന്നവരെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ പിന്നെ നമ്മളും ഫുഡ് കഴിക്കാൻ പോയി. പക്ഷെ ഫുഡ് കഴിക്കൽ പകുതി ആയപ്പോഴത്തേനും അയാൻ ബേബി അങ്ങോട്ട് കരയാൻ തുടങ്ങി. പൊതുവേ ഓൻ ഭയങ്കര കാമായിട്ടുള്ള ആളാണ്, പക്ഷെ പരിചയമില്ലാത്ത ആൾക്കാരനെ കണ്ട ആ കാംനെസ് ഒക്കെ അങ്ങോട്ട് പോകും. അതാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് അയാൻ ബേബിന്റെ കരച്ചിലൊക്കെ നമ്മൾ മാറ്റി. പിന്നെ നമ്മൾ നേരെ അവിടെ പോയിരുന്നു. പെണ്ണിനെയും ചെറുക്കനെയും കാണാതെ എങ്ങനെ തിരിച്ചു പോവുക, ചോറ് മാത്രം തിന്നാൽ മതിയോ? അങ്ങനെ പിന്നെ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം നമ്മൾ കസിൻസ് എല്ലാവരും സംസാരിച്ച്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, കാരണം അയൺ ബേബി കരഞ്ഞുകൊണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചു പോകാൻ നേരത്തായിരുന്നു ഈ ഐസ്ക്രീം കൈ കിട്ടിയത്. അപ്പോൾ പിന്നെ എന്തായാലും കിട്ടിയതല്ലേ വിചാരിച്ചിട്ട് അത് കഴിച്ചു. പിന്നെ പരിപാടി റിസപ്ഷൻ ആയിരുന്നു. ഒരു 7-8 മണിയായപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ കല്യാണ വിശേഷങ്ങൾ. ബൈ.